കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കും അതിൻ്റെ പ്രസിഡന്റ് തങ്കപ്പൻ പിള്ളയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒട്ടേറെ ആരോപണങ്ങളാണ് ബാങ്കിനെ കുറിച്ചിപ്പം തങ്കപ്പൻ പിള്ളയെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ മുൻപേ വരുന്നത് അതായിരിക്കും. വളരെ നല്ല രീതിയിൽ നടക്കുന്ന പ്രസ്ഥാനങ്ങൾ തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധി ഉണ്ടാക്കി തച്ചുടയ്ക്കരുത്. അത് ആര് തന്നെ ചെയ്താലും അവരെ ഒറ്റപ്പെടുത്തണം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആ പ്രസ്ഥാനങ്ങൾ കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. എന്നാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഏത് കൊമ്പത്തെ ആളായാലും അത് തിരുത്താൻ തയ്യാറാകണം. സഹകരണ പ്രസ്ഥാനങ്ങൾ ആരുടെയും കുടുംബ സ്വത്തല്ല, അത് സഹകാരികളുടേതാണ്, സമൂഹത്തിൻ്റെതാണ്. ഇന്നലെ ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം തങ്കപ്പൻപിള്ള ഒഴുക്കം മട്ടിൽ അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് പോലെ ചില പിച്ചും പെയ്യും ഒക്കെ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന് മറുപടി കേട്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നി. അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. 105 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണിത്. മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള സ്വസ്ഥബുദ്ധിയുള്ള ഈ സംഘാതിർത്തിയിൽ താമസമുള്ള എല്ലാ ആളുകൾക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ ഗവൺമെൻറ് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിള്ളച്ചൻ പറഞ്ഞത് 100% ശരിയാണ്. അതാണ് സഹകരണ നിയമമാണ് പിള്ളച്ചൻ പറഞ്ഞത്. അങ്ങനെ തന്നെ ഇവിടെ അംഗത്വം നൽകിയിട്ടുള്ളതെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാമോ പിള്ളച്ച? പത്തനാപുരം താലൂക്കിന് വെളിയിലുള്ളവർക്ക് വ്യാജ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ അംഗത്വം? തെളിവ് വേണോ? ഈ ശ്രീമന്ദിരം എവിടെയാ പിള്ളച്ച? അവിടെ ഈ പേരിലുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടോ? സംശയമാണ് കേട്ടോ. ബാങ്കിനെ സംബന്ധിച്ച് അനധികൃതമായി യാതൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 105 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്കിന് 7 ശാഖകളും ഏതാണ്ട് 25,000-ഓളം അംഗങ്ങളും 49 ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട്. അതെയോ പിള്ളച്ച? ഈ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടല്ലോ, അവരെല്ലാം നിയമിച്ചത് അങ്ങ് തന്നെയല്ലേ? കൂട്ടിന് അങ്ങയുടെ ഭരണസമിതി. ജീവനക്കാരിൽ ആർക്കെങ്കിലും ജോലി കിട്ടാൻ കിമ്പളം വല്ലതും തന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ആരോപണം അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എനിക്കറിയത്തുമില്ല. എൻ്റെ ആരും അവിടെ ജോലിയും ചെയ്യുന്നില്ല. ഞാൻ പിള്ളച്ചന് കിമ്പളം കൊടുത്തിട്ടുമില്ല, മേടിച്ചിട്ടുമില്ല. പക്ഷെ കിമ്പളം കൊടുത്തുവെന്നും വാങ്ങിച്ചിട്ടുണ്ടെന്നും തെളിവ് സഹിതം ഹാജരാക്കാൻ തയ്യാറാണെന്ന് ചിലരൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്നുണ്ട്. പിള്ളച്ചനോട് ആ കാര്യം ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആവശ്യം വന്നാൽ അവർ തെളിവ് സഹിതം ഹാജരാക്കുമത്രേ. അങ്ങനെയെങ്കിൽ അത് ശരിയാണോ പിള്ളച്ച? നിയമപരമായി തെറ്റാണ്. പക്ഷെ കാശ് കിട്ടാതെ എങ്ങനെ ജോലി കൊടുക്കും അല്ലേ പിള്ളച്ച? അപ്പോൾ അതിനൊരു വ്യക്തത വേണ്ടേ? അത് തരണേ. മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുള്ള സ്വസ്ഥബുദ്ധിയുള്ള ഈ സംഘാതിർത്തിയിൽ താമസമുള്ള എല്ലാ ആളുകൾക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ ഗവൺമെൻറ് നിയമമുണ്ട്. പുറത്തുള്ളവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് പിള്ളേച്ച. പിള്ളേച്ച മറന്നാലും മെമ്പർമാർ മറക്കില്ല. പിള്ളേച്ചന് ഈയിടെയായി അല്പം ഓർമ്മക്കുറവുണ്ട് കേട്ടോ. പ്രായമൊക്കെ ആയില്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സാരമില്ല, ഓർമ്മിച്ച് പറഞ്ഞാൽ മതി. കൊല്ലം ജില്ലയിൽ ഉള്ള എല്ലാ വസ്തുവകകളും ജാമ്യം വെച്ചുകൊണ്ട് ലോൺ കൊടുക്കുന്നതിന് ബാങ്കിൻ്റെ ബയല അനുസരിച്ച് ഞങ്ങൾക്ക് വ്യവസ്ഥയുള്ളതാണ്. അതനുസരിച്ച് പത്തനാപുരം താലൂക്കിലുള്ള ആളുകൾക്ക് മാത്രമേ ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുള്ളൂ. അല്ലല്ലോ പിള്ളച്ച, പത്തനാപുരം താലൂക്കിന് പുറത്തുള്ളവർക്കും ലോൺ കൊടുത്തിട്ടുണ്ട്. ഈ പത്രക്കട്ടിങ് അതിനുള്ള മറുപടി പറയും. ഈ ശ്രീഭവനിലുള്ളവരെല്ലാം പത്തനാപുരത്തിന് വെളിയിലുള്ളവരാണ് അല്ലേ പിള്ളച്ച? അവരൊക്കെ ഇപ്പോഴും ശ്രീഭവനിൽ തന്നെയാണോ താമസിക്കുന്നത്? ഈ ലോണൊക്കെ കൊടുക്കുമ്പോഴേ വല്ല കമ്മീഷൻ വല്ലതും തരുമോ പിള്ളച്ച? അങ്ങനെ തന്നാൽ പിള്ളച്ച വാങ്ങിക്കുമോ? അതോ വാങ്ങിച്ചിട്ടുണ്ടോ? ചുമ്മാ ചോദിച്ചതാ, ടെൻഷൻ അടിക്കണ്ട, ഓർക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഓർമ്മക്കുറവുണ്ടേ. എല്ലാം അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൃത്രിമങ്ങളാണ്. നിരപരാധികളായ ഞങ്ങളെ കബളിപ്പിച്ചാണ് ആ ലോണെല്ലാം എടുത്തിട്ടുള്ളത്. ആ ലോണെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ലോൺ എടുത്തതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ PA ആയിരിക്കുന്ന പ്രദീപ് കോട്ടാത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നാണ് ആ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ പത്തനാപുരത്തിന് വെളിയിലും ലോൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാ പിള്ളേച്ചന് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞില്ലേ പിള്ളേച്ചന് ഈയിടെയായി ഓർമ്മക്കുറവുണ്ടെന്ന്. ഓർത്തെടുക്കണം പിള്ളേച്ച, അതിന് അല്പ സമയം വേണം.
ഇനിയുമുണ്ട് പിള്ളേച്ച, എല്ലാം ഒന്ന് ഓർത്തെടുക്ക്, സാവകാശം പറഞ്ഞാൽ മതി. 54 വർഷമായി ഈ ബാങ്കിൻ്റെ പ്രസിഡന്റായി ഞാൻ സേവനമനുഷ്ഠിക്കുന്നു. അങ്ങനെയാണോ പിള്ളേച്ച? അപ്പോൾ ആളുകൾ പറയുന്നതൊക്കെ ശരിയല്ലേ? 54 വർഷം, 1, 2, 10, 20 ഒന്നുമല്ല, നീണ്ട 54 വർഷം. വളരെ നല്ലത്. അങ്ങേക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ. ഇനി ഒരു 100 വർഷമെങ്കിലും ഈ ബാങ്കിനെ അങ്ങ് തന്നെ നയിക്കണം. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങേക്ക് കിട്ടിയ പൂർവ്വ സ്വത്തുക്കൾ മാത്രമേ അങ്ങേക്കുള്ളൂ. അങ്ങയുടെ ആസ്തി ഒന്ന് തിട്ടപ്പെടുത്തണം. അങ്ങ് 54 വർഷം പ്രസിഡന്റായ ഈ ബാങ്കിൽ ഇരിക്കുക. കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയ പണം ഉൾപ്പെടെ അങ്ങ് സമ്പാദിച്ച സ്വത്തുക്കൾ അതൊക്കെ ഒന്ന് വെളിപ്പെടുത്തണം. സംശയമുണ്ടെങ്കിൽ വിജിലൻസിനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണം. ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടി കൊടുക്കണ്ടേ പിള്ളേച്ച? പിള്ളേച്ച ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ വേറെ ആളുകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, അതുകൊണ്ട് പറഞ്ഞതാ. ആത്മാ കഫേക്ക് വേണ്ടി ചെലവഴിച്ചത് കൃത്രിമമായിട്ട് അപഹരിച്ചു കൊണ്ടുപോയത് ആഡിറ്റിൽ കൂടെ കൃത്രിമമായി പിടിച്ചെടുത്തതാണ്. അഡ്കോ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത് പുറത്ത് പറയാതിരിക്കാൻ ഒക്കാത്ത പരിസ്ഥിതിയിലാണ് ഞാനത് പറഞ്ഞത്. കേസ് കൊടുക്കണം പിള്ളേച്ച, കേസ് കൊടുക്കണം. ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം.